നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണം. സ്റ്റാൻഡുകളിൽ വണ്ടികളിലെല്ലാം നമ്പരായിരിക്കണം. ആ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് നമുക്കോരോ സ്ഥലങ്ങളിൽ എത്തിപ്പറ്റാൻ പറ്റും. അത് വളരെയധികം നല്ലൊരു സംവിധാനമാണ്. അതിലേക്ക് നമുക്കും കേരളത്തിനും അങ്ങനെയൊരു സംവിധാനം വന്നാൽ എല്ലാ രീതിയിലും നല്ലതായിരിക്കും. ഇത് ഈ റോഡ് പ്രൈവറ്റ് സ്റ്റാൻഡാണ്. നോക്കുക, എന്നാ വിശാലമായ ഒരു സ്റ്റാൻഡാണ്. ഇവിടുത്തെ നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ ഉള്ള സിസ്റ്റം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ്. ഇവിടെ എല്ലാം വണ്ടികൾക്ക് നമ്പരാണ്. അതുകൊണ്ട് പെട്ടെന്ന് എങ്ങോട്ടുള്ള വണ്ടിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. വണ്ടിയിൽ എഴുതിയിരിക്കുന്ന നമ്പർ വെച്ച് ഇവിടെ ട്രാവൽ ചെയ്യാൻ പറ്റും. ഇതേ രീതിയിൽ തന്നെ നമ്മുടെ കേരളത്തിലും വണ്ടിയുടെ നമ്പറുകളാക്കണം. എന്താണെന്ന് വെച്ചാൽ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിലിപ്പം ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ പെരുകിയിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് വണ്ടിയെ കയറുവാൻ എളുപ്പമുള്ള ഒരു മാർഗമാണ് ഈ വണ്ടിക്ക് നമ്പർ കൊടുക്കുക എന്നുള്ളത്. ഇന്ന വണ്ടികൾ ഇന്ന സ്ഥലത്തോട്ട് പോകുന്നതാ എന്നുള്ള രീതിയിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാനൊക്കെ പണ്ട് ബാംഗ്ലൂരിലായിരുന്ന സമയത്ത് കന്നഡയിൽ എഴുതി വച്ചിരിക്കുന്നത് നമുക്കറിയില്ല. നമ്മുടെ കേരളത്തിലല്ലേ ഇംഗ്ലീഷിലൊക്കെ ബോർഡുകളും കാര്യങ്ങളും ഉള്ളത്. നമ്മുടെ സംസ്ഥാനം വിട്ടു കഴിഞ്ഞാൽ എല്ലാം അവരുടെ ഭാഷയ്ക്കാണ് അവർ മുൻഗണന കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്പർ പറഞ്ഞാണ് ഇന്ന നമ്പറുകൾ വണ്ടികളെ കയറിയാൽ ഇന്നിടത്തെത്താം. അപ്പോൾ അങ്ങനെയാണ് ആ സമയങ്ങളിൽ ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടത് എന്തുകൊണ്ടും നമ്മുടെ സംസ്ഥാനത്തും ഇനിയും അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് യാത്ര ചെയ്യുവാൻ ബസ്സുകളിൽ നമ്പർ ചെയ്ത് ഏരിയകൾ തിരിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇവിടുത്തെ സിസ്റ്റങ്ങളെല്ലാം നല്ല ഇതാണ്. ഓരോ ഏരിയയിലുള്ള വണ്ടികൾ ഓരോ ഏരിയയിലേ വരത്തുള്ളൂ. അപ്പോൾ ഇന്ന സ്ഥലത്ത് പോയി നിന്നാൽ ഇന്ന സ്ഥലത്തോട്ടുള്ള വണ്ടിയെ കയറി പോകാമെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതിനോരോരോ ഇങ്ങനെ ഗാരേജ് മാതിരി ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ഓക്കേ. തമിഴ്നാട്ടിൽ ഇപ്പോഴും ഈ ചില്ലറ പൈസ കൊടുത്ത് ഈ ബസ് യാത്ര ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് അതിശയം വരും. നമ്മുടെ നാട്ടിൽ ബസ് ചാർജ് കൂട്ടാനായിട്ട് ബഹളം വെക്കുക. ഇവിടെ നോക്കുക, 7 രൂപ ചില്ലറ പൈസ പിടിച്ചുകൊണ്ടാണ് ഈ പയ്യൻ ബസ് യാത്രയ്ക്കായിട്ടിരിക്കുന്നത്. ചില്ലറ പൈസ കൊടുത്താണ് ടിക്കറ്റ് എടുക്കുന്നത്. എന്ത് പിടിച്ചു പറയുക നമ്മുടെ നാട്ടിലുള്ള പെരുന്തുറ. തമിഴ്നാട്ടിൽ പെരുന്തുറ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ചെറിയ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. നോക്കുക, ഒരു ചെറിയ ബസ് സ്റ്റാൻഡ്. നമ്മുടെ ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡ് പണിത് വന്നാൽ ഇത്രയും കാണുമോ? ഇത്രയും സൗകര്യം ചങ്ങനാശ്ശേരി ഇപ്പോൾ പണിയുന്ന ബസ് സ്റ്റാൻഡിന് കാണുമോ? ഇതിൻ്റെ സംവിധാനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പണിതതാണേലും ഓരോ വണ്ടികൾ വന്ന് ഇങ്ങനെ കയറി കിടക്കാനുള്ള ഡിസൈനാണ് ഇവരിങ്ങനെ ചെയ്തു വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനും ബാത്റൂം ലേഡീസിനും ജെൻസിനുമായിട്ട് നല്ല അടിപൊളി ബാത്റൂമുണ്ട്. അതിൻ്റെ റേറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂറിൻ പാസ് ചെയ്യുന്നതിന് 1 രൂപ, അല്ലാത്ത ടോയ്ലറ്റ് പോകുന്നതിന് 2 രൂപ, കുളിക്കുന്നതിന് 5 രൂപ. ഇങ്ങനെയാണ് റേറ്റ്. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുമോ എന്നെനിക്കറിയില്ല. ഇവരുടെ ഈ കാര്യപരിപാടി നമ്മുടേതും
രണ്ടും രണ്ടാണെന്ന് പറഞ്ഞു. മലയാളിക്ക് ഇത് വേറെ ഏതെങ്കിലും രീതിയിലാണോ ഈ പരിപാടി നടക്കുന്നതെന്നും എനിക്കറിയില്ല. ഇവിടത്തേക്ക് റേറ്റ് കണ്ടോ. നമ്മുടെ അവിടെ ആണെങ്കിൽ അന്യായ പിടിച്ചുപറിയാണ്. എന്നിട്ട് അത് നല്ല ക്ലീനായിട്ട് ഇടത്തുമില്ല. അപ്പം ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതാണ്ട് 40 വർഷോളമായെന്നാണ് പറയുന്നത് ഈ സ്റ്റാൻഡ് പണിതിട്ട്. അപ്പോൾ ഈ 40 വർഷത്തിന് മുമ്പ് ഈ രീതിയിലുള്ള സൗകര്യത്തിലൊക്കെ ഇവർ പണിതിരിക്കുന്നത്. അപ്പോൾ ഇതിലും മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ സ്റ്റാൻഡ് പണിത് കിട്ടും എന്ന് വിശ്വസിക്കുന്നു. ഓക്കേ.